എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യർ എത്ര ബുദ്ധിശാലികളാണെന്ന് പലപ്പോഴും പറയാറുണ്ട് അല്ലേ? വലിയ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ എല്ലാം നമ്മുടെ തലച്ചോറിന്റെ ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധിശക്തിയേക്കാൾ ഉപരി ഒരു ചെറിയ അബദ്ധം, ഒരു മണ്ടത്തരം അല്ലെങ്കിൽ വെറും ഒരു ആകസ്മികത ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില രസകരമായ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ്. അബദ്ധത്തിൽ സംഭവിച്ചതും എന്നാൽ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയതുമായ ചില കണ്ടുപിടുത്തങ്ങൾ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന്. എന്നാൽ ചിലപ്പോഴൊക്കെ ആവശ്യം പോയിട്ട് ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് പല കണ്ടുപിടുത്തങ്ങളും സംഭവിച്ചത്. നിങ്ങൾക്കറിയാമോ, മൈക്രോവേവ് ഓവൻ, പോസ്റ്റ്-ഇറ്റ് നോട്ടുകൾ, പെൻസിലിൻ, കൊക്കോകോള ഇവയെല്ലാം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? ഓരോ കണ്ടുപിടുത്തത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. ചിലപ്പോൾ അത് വിജയത്തിന്റെ കഥയായിരിക്കാം, ചിലപ്പോൾ പരാജയത്തിന്റെ. എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ഒരു മണ്ടത്തരത്തിന്റെയോ ശ്രദ്ധക്കുറവിന്റെയോ അല്ലെങ്കിൽ വെറും ഒരു ഭാഗത്തിന്റെയോ കഥയാണ് പറയാനുള്ളത്. നമ്മുടെ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്തെ മാറ്റിമറിച്ചതുമായ ഒരു കണ്ടുപിടുത്തം പെൻസിലിൻ ആണ്. 1928 സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്റെ ലാബിൽ സ്റ്റാഫൈലോകോക്കസ് ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അദ്ദേഹം അവധിക്കാലം ആഘോഷിക്കാൻ പോയപ്പോൾ തന്റെ ലാബിലെ ചില പെട്രി ഡിഷുകൾ കൈകാതെ മേശപ്പുറത്ത് വെച്ച് മറന്നുപോയി. ഇതൊരു വലിയ മണ്ടത്തരമായിരുന്നില്ലേ? ഒരു ശാസ്ത്രജ്ഞൻ സ്വന്തം ലാബ് വൃത്തിയാക്കാതെ പോകുന്നത്. അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഫ്ലെമിംഗ് കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു ടിഷ്യൂൽ പൂപ്പൽ വളർന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ശാസ്ത്രജ്ഞൻ ഇത് ഉടൻ തന്നെ കളയും. പക്ഷെ ഫ്ലെമിംഗ് അങ്ങനെ ഒരാളായിരുന്നില്ല. അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പൂപ്പൽ വളർന്ന ഭാഗത്ത് ബാക്ടീരിയകൾക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പൂപ്പൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ഈ പൂപ്പൽ പെനിസിലിയം നൊട്ടേറ്റം എന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്നും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ആകസ്മികമായി ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിക്കപ്പെട്ടു. ഫ്ലെമിംഗിന്റെ ഈ മണ്ടത്തരം അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് പിന്നീട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇത് ഒരുപാട് സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. ഒരു ചെറിയ അബദ്ധം ലോകത്തിന് ഒരു വലിയ അനുഗ്രഹം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നായ മൈക്രോവേവ് ഓവൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഇതിന് പിന്നിലും ഒരു രസകരമായ അബദ്ധമുണ്ട്. 1945 പേസി സ്പെൻസർ എന്ന അമേരിക്കൻ എഞ്ചിനീയർ റെദിയോൺ എന്ന കമ്പനിയെ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം റഡാർ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന മാഗട്രോൺ എന്ന ഉപകരണം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം മാഗട്രോണിന് സമീപം നിൽക്കുമ്പോൾ പോക്കറ്റിലിരുന്ന ഒരു ചോക്ലേറ്റ് ബാർ ഉരുകിപ്പോകുന്നത് ശ്രദ്ധിച്ചു. സാധാരണഗതിയിൽ ഒരാൾക്ക് ഇതൊരു അസൗകര്യമായി തോന്നാം, അല്ലെങ്കിൽ ചൂട് കൊണ്ടായിരിക്കും എന്ന് കരുതി തള്ളിക്കളയാം. പക്ഷെ സ്പെൻസർക്ക് ഒരു സംശയം തോന്നി. മാഗട്രോൺ പുറത്തുവിട്ട മൈക്രോവേവ് തരംഗങ്ങളായിരിക്കുമോ ഇതിന് കാരണം? അദ്ദേഹം ഉടൻ തന്നെ ഒരു പിടി പോപ്കോൺ എടുത്ത് മാഗട്രോണിന് മുന്നിൽ വെച്ചു. നിമിഷങ്ങൾക്കകം പോപ്കോൺ പൊട്ടിത്തെറിച്ചു. പിന്നീട് ഒരു മുട്ട വെച്ച് നോക്കി, അതും ചൂടായി പൊട്ടിത്തെറിച്ചു. അങ്ങനെ മൈക്രോവേവ് തരംഗങ്ങൾക്ക് ഭക്ഷണത്തെ ചൂടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ആകസ്മികമായ കണ്ടെത്തലാണ് പിന്നീട് മൈക്രോവേവ് ഓവന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ഒരു ചോക്ലേറ്റ് ബാർ ഉരുകിപ്പോയത് ലോകത്തിലെ വലിയൊരു കണ്ടുപിടുത്തം സമ്മാനിച്ചു. നമ്മുടെ ഓഫീസുകളിലും വീടുകളിലും ഒഴിച്ചുകൂടാനാത്ത ഒന്നാണ് പോസ്റ്റ്-ഇറ്റ് നോട്ടുകൾ. ഈ ചെറിയ മഞ്ഞ നോട്ടുകൾക്കും പിന്നിലും ഒരു മണ്ടത്തരത്തിന്റെ കഥയുണ്ട്. 1968 3M കമ്പനിയിലെ ശാസ്ത്രജ്ഞനായ സ്പെൻസർ സിൽവർ ഒരു പുതിയ തരം സൂപ്പർ സ്ട്രോങ് പശ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയത് വളരെ ദുർബലമായ, എളുപ്പത്തിൽ ഇളക്കി മാറ്റാവുന്ന ഒരു പശയായിരുന്നു. സാധാരണഗതിയിൽ ഇതൊരു പരാജയമായി കണക്കാക്കപ്പെടും. ഒരു പശ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒട്ടാത്ത പശ ഉണ്ടാക്കിയാൽ അത് മണ്ടത്തരമല്ലേ? സിൽവർ തന്റെ ഈ പരാജയപ്പെട്ട കണ്ടുപിടുത്തത്തെ കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അതിന്റെ ഉപയോഗം മനസ്സിലായില്ല. വർഷങ്ങൾക്ക് ശേഷം 1974 അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ആർട്ട് ഫ്രൈം പള്ളിയിൽ പാട്ട് പാടുകയായിരുന്നു. തന്റെ പാട്ട് പുസ്തകത്തിലെ ബുക്ക് മാർക്കുകൾ വീണു പോകുന്നതിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. അപ്പോഴാണ് സിൽവറിന്റെ ഒട്ടാത്ത പശ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നത്. ഈ പശ ഉപയോഗിച്ച് ബുക്ക് മാർക്കുകൾ ഉണ്ടാക്കിയാൽ അവ പുസ്തകത്തിൽ ഒട്ടിപ്പിടിക്കുകയും ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ ഇളക്കി മാറ്റുകയും ചെയ്യാമല്ലോ എന്ന് ഫ്രൈ ചിന്തിച്ചു. അങ്ങനെ ഈ ആശയം 3M കമ്പനിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പോസ്റ്റ്-ഇറ്റ് നോട്ടുകൾ എന്ന പേരിൽ അത് വിപണിയിൽ എത്തുകയും ചെയ്തു. ഒരു പരാജയമായി കണക്കാക്കപ്പെട്ട ഒരു പശ പിന്നീട് ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഓഫീസ് ഉൽപ്പന്നങ്ങളിൽ ഒന്നായി മാറി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പാനീയങ്ങളിൽ ഒന്നാണ് കൊക്കോകോള. ഇതിന്റെ കണ്ടുപിടുത്തം ഒരു ആകസ്മികതമായിരുന്നു. 1886 ജോൺ പെമ്പർട്ടൺ എന്ന ഫാർമിസ്റ്റ് തലവേദനയ്ക്ക് ക്ഷീണത്തിനും ഒരു മരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം കൊക്ക ഇലകളും കോള നട്ടുകളും ചേർത്ത് ഒരു സിറപ്പ് ഉണ്ടാക്കി. ഇതിൽ കാർബണേറ്റഡ് വെള്ളം ചേർത്ത് കുടിച്ചാൽ തലവേദന മാറുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹായി അബദ്ധത്തിൽ സിറപ്പിൽ സാധാരണ വെള്ളത്തിന് പകരം കാർബണേറ്റഡ് വെള്ളം ചേർത്തു. പെമ്പർട്ടൺ ഇത് രുചിച്ചു നോക്കിയപ്പോൾ അത് വളരെ സ്വാദിഷ്ടമാണെന്ന് മനസ്സിലായി. അങ്ങനെ തലവേദനയ്ക്കുള്ള മരുന്നായി കണ്ടുപിടിച്ച ഒരു സിറപ്പ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ശീതള പാനീയമായി മാറി. ഒരു ചെറിയ അബദ്ധം ഒരു വലിയ വ്യവസായത്തിന് തുടക്കമിട്ടു. നമ്മുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണമായ പൊട്ടാറ്റോ ചിപ്സും എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാമോ? ഇതിന് പിന്നിലും ഒരു രസകരമായ കഥയുണ്ട്. 1851 ജോർജ് ക്രം എന്ന ഷെഫ് ന്യൂയോർക്കിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയായിരുന്നു.
ഒരു ദിവസം ഒരു കസ്റ്റമർ തനിക്ക് ലഭിച്ച ഫ്രഞ്ച് ഫ്രൈസ് വളരെ കട്ടിയുള്ളതാണെന്നും കൂടുതൽ നേർത്തതാക്കണമെന്നും പരാതിപ്പെട്ടു. ക്രം ദേശക്കാരനായ ഒരു ഷെഫായിരുന്നു. കസ്റ്റമറെ കളിയാക്കാനായി അദ്ദേഹം ഉരുളക്കിഴങ്ങ് പേപ്പർ പോലെ നേർമായി അരിഞ്ഞു എണ്ണയിൽ വറുത്തു ഉപ്പ് വിതറി കസ്റ്റമർക്ക് നൽകി. ഇത് കഴിക്കാൻ കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അതോടെ പരാതി പറയാൻ നിർത്തുമെന്നും അദ്ദേഹം കരുതി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കസ്റ്റമർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം കൂടുതൽ ഓർഡർ ചെയ്യുകയും ഈ പുതിയ വിഭവം റെസ്റ്റോറന്റിൽ ഹിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഒരു ദേശീയക്കാരൻ ഷെഫിന്റെ പ്രതികാരം ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലഘുഭക്ഷണങ്ങളിൽ ഒന്നായ പൊട്ടാറ്റോ ചിപ്സിന് ജന്മം നൽകി. ചിലപ്പോൾ നമ്മുടെ ദേശം പോലും നല്ല കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ കാറുകളിലും കെട്ടിടങ്ങളിലും ഉപയോഗിക്കുന്ന സുരക്ഷാ ക്ലാസുകൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് അറിയാമോ? ഇതിന് പിന്നിലും ഒരു ആകസ്മികതയുണ്ട്. 1903 എഡ്വേർഡ് ബെനഡിക്റ്റസ് എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ തന്റെ ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു. അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ബീക്കർ തറയിൽ വീണു. സാധാരണഗതിയിൽ ഒരു ഗ്ലാസ് ബീക്കർ തറയിൽ വീണാൽ അത് ചിതറിപ്പോകും. എന്നാൽ ബെനഡിക്റ്റസ് കണ്ടത് വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. ബീക്കർ പൊട്ടി, പക്ഷെ അതിന്റെ കഷ്ണങ്ങൾ ഒരുമിച്ച് നിന്ന് ചിതറിപ്പോയില്ല. അദ്ദേഹം ബീക്കർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് സെല്ലുലോസ് നൈട്രേറ്റ് എന്ന ഒരു പ്ലാസ്റ്റിക് ഫിലമെന്റ് നേരിയ പാളി ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ഈ ബീക്കറിൽ മുമ്പ് ഒരു പ്ലാസ്റ്റിക് ലായനി സൂക്ഷിച്ചിരുന്നു. അത് ഉണങ്ങിയപ്പോൾ ഒരു നേരിയ പാളി ബീക്കറിനുള്ളിൽ അവശേഷിച്ചിരുന്നു. ഈ ആകസ്മികമായ കണ്ടെത്തൽ ബെനഡിക്റ്റസിനെ ചിന്തിപ്പിച്ചു. ഗ്ലാസിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് പാളി ചേർക്കുന്നത് ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്നത് തടയാൻ സഹായിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ സുരക്ഷാ ഗ്ലാസുകൾക്ക് പിന്നിൽ ആശയം രൂപപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന സുരക്ഷാ ഗ്ലാസുകൾക്ക് പിന്നിൽ ഒരു തറയിൽ വീണ ബീക്കറിന്റെ കഥയാണ് ഉള്ളത്. നമ്മുടെ വസ്ത്രങ്ങളിലും ഷൂസുകളിലും ബാഗുകളിലും എല്ലാം കാണുന്ന വെൽക്രം എന്ന മാന്ത്രിക ഒട്ടിക്കുന്ന സംവിധാനം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഇതിന് പിന്നിൽ ഒരു നായയും വളരെ സാധാരണമായ ഒരു ചെടിയുടെ വിത്തുകളുമാണ്. 1941 ജോർജ് ഡി മെസ്ട്രൽ എന്ന സ്വിസ് എഞ്ചിനീയർ തന്റെ നായയുമായി നടക്കാൻ പോവുകയായിരുന്നു. നടത്തം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്റെ വസ്ത്രങ്ങളിലും നായയുടെ രോമങ്ങളിലും ബർഡോക്ക് ചെടിയുടെ വിത്തുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ഇത് എടുത്തു കളയുകയും ശല്യമായി കാണുകയും ചെയ്യും. പക്ഷെ മെസ്ട്രൽ ഈ വിത്തുകൾ എങ്ങനെയാണ് ഇത്ര ദൃഢമായി ഒട്ടിപ്പിടിക്കുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അദ്ദേഹം ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വിത്തുകൾ പരിശോധിച്ചപ്പോൾ അവയ്ക്ക് ചെറിയ കൊളുത്തുകൾ ഉണ്ടെന്നും ഇത് തുണിയുടെയും രോമങ്ങളുടെയും ചെറിയ ലൂപ്പുകളിൽ കുടുങ്ങുകയാണെന്നും മനസ്സിലാക്കി. ഈ ആശയം അദ്ദേഹത്തിന് വെൽക്രം കണ്ടുപിടിക്കാൻ പ്രചോദനമായി. ഒരു വശത്ത് കൊളുത്തുകളും മറുവശത്ത് ലൂപ്പുകളുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അത് ദൃഢമായി ഒട്ടിപ്പിടിക്കുമെന്നും ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ ഇളക്കി മാറ്റാമെന്നും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ പ്രകൃതിയിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ മണ്ടത്തരം അല്ലെങ്കിൽ നിരീക്ഷണം ഒരു വലിയ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കി. തീപ്പെട്ടി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഇതിന് പിന്നിലും ഒരു അബദ്ധമുണ്ട്. 1826 ജോൺ വാക്കർ എന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ തന്റെ ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒരു മരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് രാസവസ്തുക്കൾ ഇളക്കുകയായിരുന്നു. ഇളക്കിയ ശേഷം സ്റ്റിക്ക് വൃത്തിയാക്കാൻ അദ്ദേഹം അതൊരു കല്ലിൽ ഉരച്ചു. അബദ്ധത്തിൽ സ്റ്റിക്കിന്റെ അറ്റത്ത് ഒട്ടിപ്പിടിച്ചിരുന്ന രാസവസ്തുക്കൾ ഉരസിയപ്പോൾ തീ ആളിക്കത്തി. വാക്കർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ രാസവസ്തുക്കൾ ഉരസി തീ ഉണ്ടാക്കാം എന്ന ആശയം അദ്ദേഹത്തിന് ലഭിച്ചു. ഇത് പിന്നീട് തീപ്പെട്ടിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ഒരു ചെറിയ അബദ്ധം മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തി. മെഡിക്കൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച എക്സ്റേ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? 1895 വിൽഹം റോഡ്ജൻ എന്ന ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞൻ കാഥോഡ് റേ ട്യൂബുകളെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ലാബിലെ കാഥോഡ് റേ ട്യൂബ് ഓൺ ചെയ്തിരിക്കുമ്പോൾ സമീപത്ത് വെച്ചിരുന്ന ഒരു ഫ്ലൂറസന്റ് സ്ക്രീൻ പ്രകാശിക്കുന്നത് ശ്രദ്ധിച്ചു. ട്യൂബും സ്ക്രീനും തമ്മിൽ ഒരു കറുത്ത കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നിട്ടും സ്ക്രീൻ പ്രകാശിക്കുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. സാധാരണഗതിയിൽ ഇതൊരു തകരാറായി കണക്കാക്കി അവഗണിക്കാമായിരുന്നു. പക്ഷെ റോഡ്ജൻ കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അദൃശ്യ കിരണങ്ങൾക്ക് വസ്തുക്കളിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൈ സ്ക്രീനിനും ട്യൂബിനും ഇടയിൽ വെച്ചപ്പോൾ സ്ക്രീനിൽ ഭാര്യയുടെ എല്ലുകളുടെ ചിത്രം തെളിഞ്ഞു. അങ്ങനെ അപ്രതീക്ഷിതമായി എക്സ്റേ കിരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. ഒരു ചെറിയ അബദ്ധം വൈദ്യശാസ്ത്രത്തിന് വലിയൊരു മുന്നേറ്റം നൽകി. ഇത് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ബുദ്ധിശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണെങ്കിൽ മറ്റു ചിലത് വെറും അബദ്ധങ്ങളുടെയും ആകസ്മികതയുടെയും ഫലമാണ്. ഈ കഥകൾ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ചിലപ്പോൾ നമ്മുടെ മണ്ടത്തരങ്ങൾ പോലും വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചേക്കാം. പരാജയങ്ങളെയും അബദ്ധങ്ങളെയും ഒരു പഠനാനുഭവമായി കാണാനും അതിൽ നിന്ന് പുതിയ സാധ്യതകൾ കണ്ടെത്താനും നമുക്ക് കഴിയണം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു അബദ്ധം ചെയ്യുമ്പോൾ അതൊരു പുതിയ കണ്ടുപിടുത്തത്തിന്റെ തുടക്കമായിരിക്കാം എന്ന് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.